എന്നാ പരിപാടി? ചുമ്മാ ഇരിക്കുക? ബോറടിക്കുന്നല്ലോ. എന്നാ നിന്റെ കഥ പറയടി. ആ, ആന്ധ്ര കഥകള് ഇനി ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നീ പണ്ടൊക്കെ കുറെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി പറയടി. ഓ, നീ ആലോചിക്കേ. ചൂടായിട്ട് കഥ പറ. ഞാൻ കഥ പറയുമ്പോ എപ്പോഴും ചേച്ചിയാണല്ലോ വില്ലത്തി. ഈ കഥയിൽ ഞാനാണ് വില്ലത്തി. ഞാൻ വില്ലത്തി ആയതൊന്നല്ല കേട്ടോ. വില്ലത്തി എന്താ പറയാ, ആയതല്ല. അല്ല, എന്താ പറയാ, വില്ലത്തി വേണച്ചിട്ടായതല്ല, ആയി പോയതാ. എന്താ കഥ? എന്താ? ഞങ്ങൾ ആന്ധ്രയിലേക്കും, ആന്ധ്രയിലല്ല, ആന്ധ്രയിന്ന് എന്താ പറയാ വെക്കേഷന് കേരളത്തിൽ വന്നിരിക്കുക. ഞങ്ങള് വർഷത്തിലൊരിക്കൽ കേരളത്തിലോട്ട് വരൂല്ലോ വെക്കേഷൻ ആവുമ്പോ. അപ്പൊ ഒരു വട്ടം വെക്കേഷൻ വന്ന സമയം അപ്പൊ ഞങ്ങള് വന്നോണ്ട് എല്ലാരും കൂടിയിട്ട് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു. മേമന്മാരും ചെറുപ്പത്തിലല്ലേ, അപ്പൊ അന്ന് എല്ലാരും കൂടിയിട്ട് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ചെറുപ്പത്തിൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ മാത്രമല്ലോ, ബാക്കി പറയുന്നില്ല. അപ്പൊ എന്താണ്, ചെറുപ്പത്തില് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ വീട്ടിലതുകൊണ്ട് ആന്ധ്രയിലാണെങ്കിൽ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് എന്തെങ്കിലും ഒക്കെ ഇരിക്കും, കഴിക്കാനായിട്ട് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഒന്നുമില്ല കഴിക്കാൻ. അപ്പൊ സിനിമയ്ക്ക് പോവാൻ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഞാൻ അവിടെ നിന്ന് വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കാൻ തുടങ്ങി. എനിക്ക് എത്ര 7 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. 6 വയസ്സ് 7 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് വയസ്സൊന്നും ഓർമ്മയില്ല, ചെറുപ്പത്തില. അപ്പൊ എന്താണ്, എനിക്ക് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. അപ്പൊ അവിടെ തറവാട്ടിലൊന്നുമില്ല. അപ്പൊ എന്താണ്, ഞാൻ ഇരുന്ന് വാശി പിടിക്കുക. ഇവരെല്ലാരും ഒരുങ്ങല്ലേ, എനിക്ക് എന്തെങ്കിലും വേണേന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നാ അച്ചാച്ചൻ പറഞ്ഞു, എന്നാ അടുത്തൊരു കട ഉണ്ട്, കുറച്ച് നടക്കണം, ഒരു 1/2 കിലോമീറ്റർ വല്ലതും നടക്കണം. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, എന്നോടും ചേച്ചിയോടും ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു കഴിക്കാനായിട്ട്. അപ്പൊ ചേച്ചിക്ക് മടിയാ, ചേച്ചിക്ക് സിനിമയ്ക്ക് പോകാനുള്ള മൂഡിൽ നിൽക്കുക. അപ്പൊ ചേച്ചിക്ക് വരണ്ട. അപ്പം എന്താണ്, അച്ചാച്ചൻ പറഞ്ഞു, പോയിട്ട് വാ, കുട്ടി കരയല്ലേ, പോയി വാങ്ങിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. അവളോട് പറഞ്ഞു, അവള് കുറച്ചും കൂടി മൂത്തല്ലേ. അപ്പൊ ചേച്ചി കുറെ എന്നെ പ്രാഗിയിട്ട് ചേച്ചിന്റെ കൂടെ വന്ന്. അപ്പൊ ഇവൾക്ക് ചെറുപ്പത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇവൾക്ക് വേഗം എത്തുന്ന് പറഞ്ഞു ഇവള് പുറകോട്ടാ നടക്കുക. എനിക്ക് അറിഞ്ഞൂടാ, തിരിഞ്ഞു നടക്കും. അത് ഇങ്ങനെ ബാക്കിലോട്ട് നടക്കും. അപ്പൊ വേഗം എത്തൂത്ര. അപ്പൊ ഇവള് ആ റോട്ടിൽ കൂടെയാണ്. അപ്പൊ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇവള് പുറകോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കിട്ടാ നടക്കുന്നേ. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്താണ്, അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട് റോഡില്. ഞാൻ പട്ടീനെ കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് അവളോട് പറയാനുള്ള ബുദ്ധി പോയില്ല. പക്ഷെ ഇവള് പുറകോട്ട് നടന്ന് പട്ടിയുടെ വാലില് ചവിട്ടിയിട്ട് ആ പട്ടി കടിക്കില്ലേ, പട്ടി ഇവളെ കടിച്ചു. പട്ടി ഇവളെ കടിച്ച് തിരിഞ്ഞു കടയിൽ പോയി സാധനം വാങ്ങിച്ചില്ലേ. എനിക്ക് സാധനം വാങ്ങിക്കാൻ ഇതിന്റെ വിഷമായിരുന്നു. ഇവളാണെങ്കിൽ പട്ടി കടിച്ചിട്ട് ശരിക്കും നന്നായിട്ട് കടിച്ചു ഇവളേന്. ഞങ്ങളിങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് ഇവള് കരഞ്ഞോണ്ട് ഓടി വന്നു. പട്ടി കടിച്ച് അതിന്റെ വാലില് അതിനെ ഉപദ്രവിച്ചോണ്ട് കടിച്ചതാ. കടിച്ചു, അത്യാവശ്യം നന്നായിട്ട് കടിച്ചു അതിന്റെ വാലുമ്പ ചവിട്ടിയപ്പോ. അപ്പൊ എന്താണ്, എന്നിട്ട് തിരിച്ച് ഞങ്ങള് കടയിൽ പോവാതെ വീട്ടിലോട്ട് ഓടി വന്നു. ഇവിടെ പട്ടി കടിച്ചല്ലേ, പണ്ടൊക്കെ പട്ടി കടിച്ച ഭയങ്കര സംഭവല്ലേ. അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നു. ഇവരെല്ലാരും പോവാൻ, മേമന്മാരും അമ്മയും എല്ലാരും ഒരുങ്ങിയിരിക്കുക സിനിമ കാണാൻ പോവാനായിട്ട്. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ വെള്ളം ഇവിടുന്ന് ചോര ഇങ്ങനെ പട്ടി കടിച്ചിട്ട് ചോര വരുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഇവള് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ പണ്ട് എന്താണ് പട്ടി അടിച്ചു കഴിഞ്ഞാ ഇവിടെ അമ്മമ്മ ചെയ്തതാണേ. എന്താണ് ഈ വിറകില്ലേ, വിറകും കൊള്ളി കത്തുന്ന വിറകും കൊള്ളി കത്തിച്ചിട്ട്, കത്തുന്ന വിറകും കൊള്ളി എടുത്തിട്ട് ഈ പട്ടി അടിച്ച സ്ഥലത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് വെള്ളം ഒഴിക്കും, പച്ചവെള്ളം. അപ്പൊ അതിന്റെ ആ വെള്ളവും വിറക് കത്തിന്റെ വെള്ളം ഇങ്ങനെ അത് പോയി കഴിഞ്ഞാൽ അതെന്തോ നല്ലതാ എനിക്കറിഞ്ഞൂടാ. അതിന്റെ പിന്നില് തിയറിയൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ എന്നിട്ട് അന്ന് സിനിമയ്ക്ക് പോകേണ്ട ആൾക്കാരെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ പോയി. അതിലെല്ലാരും എന്നെ പ്രാഗി. ഞാൻ കാരണം സിനിമ മുടങ്ങി. ഞാൻ കാരണമല്ലല്ലോ മുടങ്ങിയേ, ചേച്ചി മര്യാദയ്ക്ക് നടക്കാത്തോണ്ടല്ലേ മുടങ്ങിയേ. പക്ഷെ എല്ലാരും എന്നെ പ്രാഗി. ഞാൻ കാരണം സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു.
പറഞ്ഞിട്ട്. അങ്ങനെ സിനിമയ്ക്ക് പോകേണ്ട ആൾക്കാർ അവരെല്ലാരും മേമന്മാരും ചേച്ചിയും എല്ലാരും എന്നെ ദേഷ്യത്തിൽ നോക്കും. ഞാൻ എന്നിട്ട് എനിക്ക് ഇതിൽ ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് എനിക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഞാൻ ഹാപ്പിയായി. അങ്ങനെ അത് ചേച്ചിനെ ഒരു വട്ടം കടിച്ച പട്ടി കടിച്ച കഥ. അത് കഴിഞ്ഞ് ചേച്ചിനെ രണ്ടാമത്തെ ചേച്ചിനെ 2 വട്ടം കടിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ കടിച്ചിട്ടുണ്ടോ? എന്നെ കടിച്ചിട്ടില്ല. ചേച്ചിക്ക് പട്ടി കുട്ടികളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ചേച്ചിനെ 2 വട്ടം കടിച്ചിട്ടുണ്ട്. ഒന്ന് ആന്ധ്രയിൽ വെച്ചിട്ടാ കടിച്ചത്. അതും വിറ്റ. അത് ഇവൾക്ക് ചെറുപ്പത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇവള് ആന്ധ്രയിലോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് കേരളത്തിൽ നിന്ന് ആന്ധ്രയിലോട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ കേരളത്തിലോട്ട് പോകും. പിന്നെ 1 വർഷം അവിടെ നിന്ന് പഠിക്കും. പിന്നെ ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന് കേരളത്തിലോട്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവള് തിരിച്ചിങ്ങോട്ട് തന്നെ വരും, ആന്ധ്രയിലോട്ട് തന്നെ വരും. എന്നിട്ട് ഇവിടെ പഠിക്കും. അപ്പൊ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ അങ്ങോട്ട് പോകും. അപ്പൊ എന്താണ് ഒരു വർഷം അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛന് ചേച്ചി എന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ. അവൾ അവിടെ നിന്നിട്ട് നമ്മുടെ തറവാട്ടിൽ നിന്നിട്ട് അവള് പഠിക്കുന്ന കേരളത്തില്. അപ്പൊ അച്ഛന് ചേച്ചീനെ കാണാത്തോണ്ട് അച്ഛൻ പോയി കൊണ്ടുവന്നു. ഇനി ഇവിടെ നിന്ന് പഠിച്ചാൽ മതി പറഞ്ഞിട്ട് അച്ഛൻ പോയി. അച്ഛനാണോ ആരാന്ന് അറിഞ്ഞൂടാ, ചേച്ചീനെ കൊണ്ടുവന്നു, ആന്ധ്രയിൽ കൊണ്ടുവന്നു. അപ്പൊ അവൾക്ക് തെലുഗു ഒന്നും അറിയില്ല. ഞാൻ അവിടെയാണല്ലോ, ഞാൻ ചെറുപ്പം തൊട്ടിട്ട് അച്ഛനെ അമ്മയുടെയും കൂടെ. അപ്പൊ എനിക്ക് നന്നായിട്ട് തെലുഗൊക്കെ സംസാരിക്കാറ്, ഇവൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്താണ് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ട് 2 ആൺകുട്ടികൾ അവിടെന്ന്. അതൊരു മറ്റേ ഇതുണ്ട്, എന്താ പറയാ, സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ അവരുടെ കടയിൽ പോയിട്ടാ വാങ്ങിക്കുക. അപ്പൊ ഇവര് വന്ന സമയത്ത് അമ്മ പറഞ്ഞു എണ്ണ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു, ഓയിൽ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോവാൻ വേണ്ടി നിൽക്കുമ്പോ ഇവള് വന്നിട്ടില്ലല്ലോ. ഇവള് പറഞ്ഞു ഞാനും വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നീ ഇവിടെ നിന്നോ. അവള് വന്നല്ലേ ഉള്ളൂ. ഇവളോട് എനിക്ക് ഭയങ്കര സ്നേഹം കേട്ടോ, കാരണം അത്രയും കാലം കാണാത്തോണ്ട് പെട്ടെന്ന് വന്നപ്പോ എനിക്ക് ഭയങ്കര സ്നേഹം. ഞാൻ പറഞ്ഞു വേണ്ട, നീ വരണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു. അല്ല ഞാനും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവള് കടയിലോട്ട് വന്നു. അപ്പൊ കടയിലോട്ട് വന്നപ്പോ അന്ന് ആ കടയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ടാ. അവരുടെ അമ്മ എവിടെ പോയ കാരണം അന്നത്തെ ദിവസം അവനാ കടയിൽ നിൽക്കുന്നേ. അപ്പൊ ഞാൻ പോയിട്ട് അവനോട് ഇങ്ങനെ ഓയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്രയെന്ന് ചോദിച്ചിട്ട് പൈസ കൊടുക്കാൻ നിൽക്കുന്ന നേരത്തെ ഇപ്പോൾ വലിയ കഥയില് പൈസ എത്രയാന്ന് ചോദിച്ചു. മലയാളത്തില്. അപ്പൊ എന്താണ് അവൻ പറഞ്ഞു ഇവളെന്താ പറയുന്നേ ചോദിച്ചു. റേറ്റ് എത്രയാണോ ചോദിക്കുന്നേന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞു നിനക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അല്ല എന്നോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ റേറ്റ് പറഞ്ഞു കൊടുത്തേ. അപ്പൊ പറഞ്ഞു ചെറിയ കുട്ടിയാവുമ്പോഴാണ് ആലോചിക്കണം, ഇവള് വലിയ ആൾക്കാരെ പോലെ. ഇവള് ചോദിച്ചിരിക്കുക ഇതെന്താ ഇത്രയും റേറ്റ്, കേരളത്തിൽ ഇത്രയും റേറ്റ് ഒന്നും ഇല്ലല്ലോ, നിങ്ങളെന്താ അങ്ങനെ കടയില് ഇങ്ങനൊക്കെ വിൽക്കുന്നേന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവനോട് മലയാളം കേട്ടിട്ട് ചിരി വന്നിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കും, ഇവിടെ ഞങ്ങളൊക്കെ വാങ്ങിക്കുന്നല്ലേ, എനിക്ക് റേറ്റ് ഒന്നും അറിയില്ല, അവര് പറയുന്ന പൈസ നമ്മൾ കൊടുക്കുന്ന അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ടായിരുന്നു വീട്ടില്. ഞാൻ അപ്പൊ ശരിയാക്കി തരാ പറഞ്ഞിട്ട് ഇവിടെ ആ പട്ടിയോട് പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ആന്ധ്രക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊന്നല്ല. അപ്പൊ ഈ മലയാളത്തില് അവ ഓടി ചെന്ന് നമ്മുടെ വീട്ടിൽ ചെന്ന് അച്ഛനെയും നമ്മുടെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവരേനൊക്കെ വിളിച്ചു കൊടുന്നു. എന്നിട്ട് അവളെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ 14 24 ഇഞ്ചക്ഷൻ കിട്ടി. 14 24 ഇഞ്ചക്ഷൻ കിട്ടി അവൾക്ക് പട്ടി പിടിച്ചു 2 വട്ടമായിട്ട്. പണ്ട് ഈ പുക്കളിന് ചുറ്റും ഇഞ്ചക്ഷൻ വെക്കുന്നേ. ഡെയിലി പോയി പുക്കളിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ വെച്ചു.